ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ റെസിപ്പി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് റെസിപ്പിയിലോട്ട് പോവാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിലോട്ട് നമ്മൾ കഴുകി വെച്ച ചെമ്മീൻ ചേർത്ത് നന്നായി കൈകൊണ്ട് ചെമ്മീനിലോട്ട് ആ ഒരു പേസ്റ്റ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ മിനിമം വെക്കണം. അതിൽ കൂടുതൽ 1 അവറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കടായി എടുത്തു. ഇതിലോട്ട് ബട്ടറിൻ്റെ ഒരു കഷ്ണം ആഡ് ചെയ്തു. പിന്നെ ഇത്തിരി ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ബട്ടറും ഓയിലും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഞാൻ 1/2 കിലോ മേടിച്ചതിൽ ഒരു 250 ഗ്രാമേ എനിക്ക് പ്രോൺസ് കിട്ടിയുള്ളൂ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ. സോ ഞാൻ ഇത് 2 ബാച്ചായിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സോ ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും, മൊരിഞ്ഞല്ല അത്യാവശ്യം ഒന്ന് കുക്കായി വരുമ്പോൾ അടുത്ത ഭാഗം നമ്മൾ മറിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ രണ്ടാമത്തെ സെറ്റും ഇട്ടെടുത്തു. അങ്ങനെ 2 സെറ്റും കൂടെ എടുത്തിട്ടുണ്ട്. സോ നമ്മളിനി സെയിം പാനിലോട്ട് മെലിഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ച നല്ലൊരു വലിയ സവാള നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം ഈ സവാള. സോ നമ്മൾ അടിച്ചു വെച്ചിട്ടും അല്ലാണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സോ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നല്ലൊരു മണം വരും. ആ സമയത്ത് ഇതിലോട്ട് ചെറുതായി അരിഞ്ഞ തക്കാളി, ഒരു മീഡിയം തക്കാളി ഞാൻ എടുത്തായിരുന്നു, നല്ല പഴുത്ത തക്കാളി ഇതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഈ തക്കാളിയും ഉള്ളിയും മസാലസൊക്കെ ആയിട്ട് ഇതുപോലെ നന്നായി യോജിച്ച് കുഴഞ്ഞു വരണം. ആ സമയത്ത് ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച, അതായത് ഭയങ്കര നമ്മൾ നോർമൽ കഴിക്കാൻ ഫ്രൈ ചെയ്യുന്ന അത്രയ്ക്കും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ്. ഞാൻ അത്രയ്ക്കും മൊരിച്ചെടുത്തിട്ടില്ല, സോഫ്റ്റായിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ബാക്കി ഈ മസാലയും കൂടെ ചേർന്നിട്ട് വേണം ഇത് കുക്കായി കിട്ടാൻ. സോ ഇപ്പം മസാലയും പ്രോൺസൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പെപ്പറും ഗരം മസാല പൊടിയും കൂടെ ഞാനിതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സോ നമ്മുടെ പ്രോൺസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊറിയാണ്ടർ ലീഫ് ഇഷ്ടമുള്ളവർക്ക് അത് ലാസ്റ്റ് ചേർക്കാം. എനിക്കിങ്ങനെ നാടൻ ടേസ്റ്റിലാണ് ഇത് ഇഷ്ടം. സോ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാം. താങ്ക്